everyone, welcome to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള appetizer ആണ്. കുക്കുംബറും ഷ്രിമ്പും കൊണ്ടുള്ള ഒരു appetizer. നമുക്കിത് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഷ്രിമ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കുക്ക്ഡ് ഷ്രിമ്പാണ്. അത് നമുക്കിങ്ങനെ പാക്കേജായിട്ട് ഇത് കോസ്കോയിലെ കുക്ക്ഡ് ഫ്രോസൺ ഷ്രിമ്പാണ്. ഒരു പൗണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കിലോ ഷ്രിമ്പ്. പിന്നെ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഒത്തിരി സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷല്ല ഇത്. പിന്നെ 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ്. പിന്നെ സോൾട്ട് ആവശ്യത്തിന്. ഞാൻ ആദ്യം ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്ത് നോക്കട്ടെ. നമുക്ക് പിന്നീട് ആവശ്യത്തിന് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇത് 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, വെർജിൻ ഒലിവ് ഓയിൽ. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒലിവ് ഓയിൽ നല്ല തിക്കായിട്ടുള്ള ഓയിലാണല്ലോ, അപ്പോൾ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചൂടാവുമ്പോൾ അല്ലെങ്കിൽ തന്നെ അതങ്ങ് സ്പ്രെഡ് ആയിക്കോളും. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓവർ കുക്ക് ചെയ്യരുത്. ഷ്രിമ്പ് കൂടുതൽ നേരം കുക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ റബ്ബറി ആയിപ്പോവും. അപ്പോൾ അത് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ഒരുമാതിരി ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷ്രിമ്പ് ഇട്ട് കൊടുക്കാം. എപ്പോഴും തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. 1 മിനിറ്റ് നമ്മൾ ഒരു സൈഡ് കുക്ക് ചെയ്യാൻ അലൗ ചെയ്യുക. പിന്നെ അടുത്ത സൈഡിലേക്ക് നമ്മൾ മറിച്ചിടും. ഇത് ഓൾറെഡി കുക്ക്ഡ് ഷ്രിമ്പാണ്. ഇനി നമ്മളൊന്നുകൂടി ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടും ചെറുതായിട്ട്. ഒത്തിരി ഇങ്ങനെ കറുത്തൊന്നും പോരുത്. നിങ്ങൾക്ക് കുക്ക് ചെയ്യാതെയുള്ള നമുക്ക് പച്ച ചെമ്മീൻ വെച്ച് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടി കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. ഷ്രിമ്പ് കുക്ക് ചെയ്തെന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനെപ്പോഴും തന്നെ ഫ്രോസൺ ഷ്രിമ്പാണ് ഉപയോഗിക്കുന്നതിന്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ച് കൊടുക്കാം. മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ 1 മിനിറ്റ് കൂടി കൊടുക്കാം. തീ എപ്പോഴും ഓൾമോസ്റ്റ് ഹൈ ഹീറ്റിൽ തന്നെ നമ്മൾ വെക്കുക. എനിക്ക് കാണാം ഇപ്പോൾ ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷ്രിമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനു വേണ്ടിയുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന് വേണ്ട ആവക്കാഡോ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 2 ആവക്കാഡോ ആണ് എടുത്തേക്കുന്നത്. ഒരു മീഡിയം സൈസ് ആവക്കാഡോ. നമുക്ക് ആദ്യം ആവക്കാഡോ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് വെച്ച് സ്മാഷ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുമാതിരി നന്നായിട്ട് റൈപ്പായിട്ടുള്ള ആവക്കാഡോ ആണ്. ഇനി മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ സോൾട്ട് ഇപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം സോൾട്ട് ഉണ്ടോ എന്ന്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ പീസ് ഇഞ്ചിയാണ് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് എടുത്താണ്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഇഞ്ചിയുടെ ആ ഫ്ലേവർ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ. 1/2 ആപ്പിൾ ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പെപ്പർ, ബ്ലാക്ക് പെപ്പർ ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നൗ ലെറ്റ്സ് അസംബിൾ ഇറ്റ്. ചെയ്തെടുത്താൽ മതി ഈ 3 ഇൻഗ്രീഡിയൻസ് കൂടി. അപ്പോൾ കുക്കുംബർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഇത് ഞാൻ സീഡ്ലെസ് കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. അപ്പം സീഡുള്ള കുക്കുംബർ ഇങ്ങനെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സീഡ്ലെസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ കുക്കുംബറിൻ്റെ പൊക്കത്തിലേക്കും 1 ടീസ്പൂൺ ആവക്കാഡോ ഇട്ട് കൊടുക്കാം.
ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഓരോ ഷ്രിമ്പ് ഇതിൻ്റെ പൊക്കത്തിലോട്ട് വെച്ച് കൊടുക്കും. പിന്നെ നമ്മുടെ കയ്യിൽ കൊറിയാണ്ടർ ലീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കതും ആഡ് ചെയ്യാം കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്. ഇതിങ്ങനെ പാർട്ടിക്കൊക്കെ നമ്മൾ അപ്പറ്റൈസറായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു വിഭവമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അപ്പറ്റൈസർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. നമ്മൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് പാർട്ടിക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. യു ഗൈസ് ഹാവ് എ ഗ്രേറ്റ് വീക്ക്. ഹാഫ് ടീസ്പൂൺ, അയ്യോ തെറ്റിപ്പോയി.